കുടുംബവാഴ്ചയാണത്രേ. നെഹ്റു കുടുംബത്തിനെതിരെ ശശി പന്നലാൽ. ആളെ മനസ്സിലായിട്ടില്ലേ? ശശി തരൂരെന്ന ശശി പന്നലാൽ അല്ലേ? കയറിപ്പോൾ തലമ്മ കയറി ചൊറിയണവൻ. ഒരു കാര്യം ഉറപ്പാണ്, ഇനിയിപ്പോൾ കേന്ദ്രത്തിൽ വരാൻ പോകുന്ന ഇലക്ഷനിൽ NDA സർക്കാർ ഭരണം നിലനിർത്തിയാലും UPA സർക്കാർ വന്നാലും ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ശശി പന്നലാലിന് അവിടെ ഉറപ്പാണ്. ഈ ശശി പന്നലാലിനെ വിശ്വപുരുഷനെന്ന വീരപുരുഷനെന്ന എന്തൊരക്കട മൂടെന്നൊക്കെ വിളിക്കുന്നില്ലേ? അപ്പോൾ ആ വിളിക്കുന്നവരെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഭയങ്കര അറിവുള്ള ആളല്ല പന്നലാൽ. അപ്പോൾ ഇത് അറിയാഞ്ഞിട്ടൊന്നും ആവില്ല, എങ്കിലും ഇടക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നെഹ്റു കുടുംബത്തിലെ രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഒന്നും പനി പിടിച്ച് മരിച്ചവരല്ല, രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവരാണ്, കൊല്ലപ്പെട്ടവരാണെന്ന് ഇടക്കിടക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതയാൾക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല. അയാൾ ഇങ്ങനെ കാലകത്തി നിന്നിട്ട് 2 തോണിയിലാണല്ലോ സഞ്ചാരം. കുറേ കാലമായില്ലേ ഇവനൊക്കെ താങ്ങി നടക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ പറഞ്ഞാൽ മതി. എന്തിനാണ് ഈ വിഴുപ്പുകളൊക്കെ ഇങ്ങനെ പിടിച്ച് നടക്കുന്നത്? പോണെങ്കിൽ അങ്ങോട്ട് പോവാൻ പറയണം, എടുത്ത് കളയണം. മിഞ്ഞാന്ന് കയറി വന്നല്ലേ മുടി സൈഡിലേക്കും ചീക്കിയിട്ട്. എന്താണ് ഇതുകൊണ്ടൊക്കെ ഗുണം? പാർട്ടിക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ നഷ്ടപ്പെടുത്തിയവരുടെ മേല് ചെളിവാരി തേക്കുന്നവനൊക്കെ എന്തിനാണ് നിലനിർത്തുന്നത് പാർട്ടിയിൽ? എന്നിട്ടും ഈ പന്നലാലിനെ പോലുള്ളവർക്ക് ചിഞ്ചാബാധ വിളിക്കാൻ ആൾക്കാരുണ്ട് അല്ലേ? കുറച്ച് എളുപ്പ് വേണോടോ.